ആഗോള അയ്യപ്പ സംഗമം ഇന്ന് പമ്പയിൽ നടക്കുകയാണല്ലോ. 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. 3 വേദികളിലായാണ് പരിപാടി നടക്കുന്നത്. NSS, SNDP, ശിവഗിരി മഠം, KMPS, കേരള ബ്രാഹ്മണ സഭ, മലയരയ സഭ പ്രതിനിധികൾ ഉൾപ്പെടെ സമ്മേളനത്തിൽ പങ്കെടുക്കും. തമിഴ്നാട് മന്ത്രിമാരായ PK ശേഖർ ബാബുവും പളനിവേൽ ത്യാഗരാജനും സമ്മേളനത്തിൽ എത്തുന്നുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാനിലൂന്നിയാണ് 3 സെഷനുകൾ സംഘടിപ്പിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്ന് ആരോപിച്ച് പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയാണ്. അവിടെ കലാപരിപാടികൾ, ഭജന തുടങ്ങിയതൊക്കെ നടക്കുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ ആദ്യം ആ ദൃശ്യങ്ങളാണ് തത്സമയം. അയ്യപ്പനേ ശരണം, അയ്യപ്പനേ ശരണം, ഹരിഹര നന്ദനനേ ശരണം, ശബരിമലയിൽ വാഴും അയ്യപ്പനേ ശരണം. ആനന്ദ ചിത്തനല്ലേ അയ്യപ്പ, ദേവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെ പരിപാടി അവതരിപ്പിക്കുന്നത്. പമ്പയിൽ നിന്നും പ്രശാന്ത് കൃഷ്ണ ചേരുന്നു. നമുക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, സ്വാമി ശരണം. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? എല്ലാവരും ഒക്കെ എത്തി തുടങ്ങിയോ? മോദി ഇപ്പോൾ നമ്മുടെ പ്രധാന വേദിക്ക് മുന്നിൽ നല്ല തിരക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു പ്രതിനിധികളുടെ. ഒപ്പം തന്നെ നമ്മളിപ്പോൾ കണക്ക് പരിശോധിക്കുമ്പോൾ 369 പേരാണ് ഇതുവരെ ഈ സമയം വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതായത് ഈ വേദിക്കുള്ളിൽ ഇപ്പോൾ 369 പേരും പിന്നെ അല്ലാത്ത ക്ഷണിതാക്കളായി വന്നിട്ടുള്ളവരും ഇവിടെയുണ്ട്. ഇപ്പോൾ പ്രധാനമായും ഇപ്പോൾ വേദിയിൽ നടക്കുന്നത് 8:30 മണി മുതൽ ഭജനയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പുതിയ സംഗീത പരിപാടികളാണ്, പ്രശസ്തമായ സംഗീത ട്രൂപ്പിൻ്റെ പരിപാടികൾ ഇപ്പോൾ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യപ്പ ഭക്തി ഗാനങ്ങൾ, അയ്യപ്പ ഭഗവാനെ കുറിച്ചുള്ള ഗാനങ്ങളാണ് ഇപ്പോൾ ഭജനിൽ പ്രധാനമായും ഉള്ളത്. 9:30 മണി വരെ ഈ പരിപാടി, ഇപ്പോൾ വേദിയിൽ നമ്മൾ കാണുന്ന ഈ പരിപാടി നീണ്ടുപോകും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം 9:30 മുഖ്യമന്ത്രി ഈ വേദിയിലേക്ക് എത്തും. മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഉദ്ഘാടന സമ്മേളനം, ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഉദ്ഘാടന സമ്മേളനം. അത് ഏകദേശം 11:30 മണി വരെ നീളും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരടക്കമുണ്ട്. മുഖ്യമന്ത്രി, നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമുള്ളത്. അദ്ദേഹം ആണ് ഈ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹം പമ്പയിൽ നിന്ന് മടങ്ങും. പക്ഷേ അതിനുശേഷമാണ് ആഗോള അയ്യപ്പ സംഗമത്തിലെ പ്രധാന സെഷനുകൾ നടക്കുക. ഏറ്റവും പ്രധാന സെഷൻ എന്ന് പറയുന്നത് ഈ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട സെഷൻ നടക്കുന്നത് ഈ വേദിയിൽ തന്നെയാണ്. ഇനി തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ടും തീർത്ഥാടന ടൂറിസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സെഷനിൽ പങ്കെടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് തൊട്ടടുത്ത് തന്നെയുള്ള 2 വേദികളിലേക്ക് പോകാവുന്നതാണ്. ഏതായാലും അയ്യപ്പ സംഗമം വലിയ രാഷ്ട്രീയ ചർച്ചയായിരിക്കുന്ന അവസരത്തിൽ, അയ്യപ്പ സംഗമം പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുന്ന അവസരത്തിൽ സംഗമം തുടങ്ങാൻ പോവുകയാണ്. ഇനിയിപ്പോൾ 1 മണിക്കൂറാണ് സമയമുള്ളത്. രജിസ്ട്രേഷൻ നടപടി നോക്കുമ്പോൾ 400-ൽ താഴെ പേരാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് ഈ സെഷനുകളിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ എത്തും എന്ന് അറിയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ വന്ന് രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത്. എന്തായാലും അതിലും കൂടുതൽ പേർ, ഇനിയിപ്പോൾ 1 മണിക്കൂർ കൊണ്ടായിരിക്കും ഇനി ഏറ്റവും കൂടുതൽ പേർ വരുന്നത്. കാരണം 10 മണി വരെയുള്ള സമയം നേരത്തെ തന്നെ കൊടുത്തിരുന്നു. മാത്രമല്ല ഉദ്ഘാടന സമ്മേളനത്തിൽ എല്ലാവരും എത്തണമെന്നുമില്ല. ഉച്ചയ്ക്ക് 12 മണിയോടെ മാത്രമാണ് ഈ സെഷനുള്ളത്. അപ്പോൾ ഇന്നലെ രാത്രിയെല്ലാം ശബരിമല ദർശനം നടത്തി ഇന്ന് രാവിലെ പതുക്കെ ഇറങ്ങി താഴെ വന്ന് 12 മണിയോടെ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത ശേഷം വൈകിട്ട് 4 മണി സെഷൻ കഴിഞ്ഞ് മടങ്ങാമെന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകും. എന്നാലും ഉദ്ഘാടന സമ്മേളനം വരെയുള്ള സമയത്ത് ഈ 3500-ൽ ഏകദേശം 3000-ഓളം പേർ രജിസ്റ്റർ ചെയ്യുമെന്ന പ്രതീക്ഷ തന്നെയാണ് ദേവസ്വം ബോർഡ് പങ്കുവച്ചിട്ടുള്ള.